Dear students, good morning. നമ്മൾ ലൈറ്റിനെ കുറിച്ച് റേ ഓപ്റ്റിക്സിൽ റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റിനെ കുറിച്ചായിരുന്നു ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത്. റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്. ലൈറ്റിൻ്റെ വളരെ പ്രധാനപ്പെട്ട പ്രോപ്പർട്ടികളിൽ ഒന്നാണ് റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ്, മറ്റൊന്നാണ് റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്. ആ റിഫ്രാക്ഷനാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്. റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് നിങ്ങളെല്ലാവരും ഫെമിലിയർ ആയിട്ടുണ്ടായിരിക്കും റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്. കാരണം നമുക്ക് വളരെ ചെറിയ ക്ലാസ്സുകളിലും അല്ലെങ്കിൽ ചെറിയ കുട്ടികളായിരിക്കുന്ന സമയത്ത് നമ്മൾ കാണുന്നതാണ് അല്ലേ. നമ്മളൊക്കെ ചായയൊക്കെ കുടിക്കുന്ന കപ്പിലൊക്കെ നമ്മൾ വല്ല പെൻസിലോ അല്ലെങ്കിൽ വെള്ളത്തിൽ ഈർക്കിലോ എന്തെങ്കിലുമൊക്കെ വെള്ളത്തിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ആ ഈർക്കിലിന് അല്ലെങ്കിൽ ആ പെൻസിലിന് ഒരു ബെൻഡ് ഉള്ളതുപോലെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ആ ഫീലിംഗ് നോക്കൂ, എന്തൊരു അത്ഭുതമാണ് സത്യത്തിലത് അല്ലേ. നമുക്ക് എന്നും അത്ഭുതം കണ്ടിട്ട് നമുക്കത് അത്ഭുതം അല്ലാതായി തോന്നിയതാണ്. ശരിക്കും ആദ്യമായിട്ട് കാണുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം എന്തൊരു അത്ഭുതം. അപ്പോൾ നമ്മളൊരു ഈർക്കിൾ അല്ലെങ്കിൽ ഒരു പെൻസിൽ നമ്മൾ ആ വെള്ളത്തിലേക്ക് ഇടുന്നതിന് മുമ്പ് നമുക്ക് ഇങ്ങനെ കാണിച്ചു കൊടുക്കുക അല്ലേ. ഇതുവരെ കാണാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം നോക്കൂ, ഇതിനിപ്പോൾ ഒരു പ്രശ്നമില്ലല്ലോ, ഇതിന് ബെൻഡിങ് ഒന്നും ഇല്ലല്ലോ. ഞാൻ ഇതിലേക്ക് ഡിപ്പ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഡിപ്പ് ചെയ്യുന്ന സമയത്ത് ബെൻഡ്. പിന്നെ വീണ്ടും വേണമെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ചൊല്ലി ഓക്കെ അല്ലേ, എന്തെങ്കിലും സ്ലോഗനൊക്കെ ചൊല്ലിയിട്ട് നമുക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് പുറത്തേക്ക് കണ്ടെടുക്കുക, ബെൻഡില്ലാതെ. യഥാർത്ഥത്തിൽ ഇവിടെ ഉള്ള പ്രശ്നം നോക്കൂ, ശരിക്കും പെൻസിലിന് ബെൻഡില്ല എന്നുള്ള കാര്യം നമുക്ക് വ്യക്തമാണ്. കാരണം പെൻസിലിന് ബെൻഡ് ഉണ്ടെങ്കിൽ ഉള്ളിൽ ബെൻഡ് ഉണ്ടെങ്കിൽ പുറത്തെടുത്താലും ബെൻഡ് ഉണ്ടാവും. പിന്നെ ബെൻഡ് ശരിക്കും ആർക്കുള്ളത്? ബെൻഡ് ഉള്ളത് പെൻസിലിനല്ല, പെൻസിലിൽ നിന്നും പുറത്തേക്ക് വരുന്ന ലൈറ്റ് റേസിനാണ് ബെൻഡിങ് ഉള്ളത്. മനസ്സിലായല്ലോ. പെൻസിൽ കാരണം വാട്ടറിൽ ഇമ്മേഴ്സ് ചെയ്യപ്പെട്ട പോർഷനിൽ നിന്ന് വരുന്ന ലൈറ്റ് വെള്ളം കഴിഞ്ഞ് എയറിലേക്ക് വരുമ്പോൾ അവിടെ ഒരു ബെൻഡ് സംഭവിച്ചു. ലൈറ്റിനാണ് ബെൻഡ്. പെൻസിലിന് ബെൻഡ് ഉണ്ടെങ്കിൽ വെള്ളത്തിലിട്ടാലും പുറത്തെടുത്താലും ഒക്കെ ആ ബെൻഡ് നമുക്ക് ഫീൽ ചെയ്യേണ്ടതാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ബെൻഡ് ഉള്ളത് പെൻസിലിനല്ല, മറിച്ച് പെൻസിലിൽ നിന്നും വരുന്ന ലൈറ്റ് റേസിനാണ് ബെൻഡ് ഉള്ളത്. നോക്കൂ, ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്. ദ ഫിനോമിനൻ ഓഫ് ബെൻഡിങ് ഓഫ് ലൈറ്റ് ആസ് ഇറ്റ് പാസസ് ഒബ്ലിക്വലി ഫ്രം വൺ ട്രാൻസ്പാരൻറ്റ് മീഡിയം ടു അനദർ ഈസ് കോൾഡ് റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്. അതായത് കുത്തനെ നിങ്ങൾ ആ പെൻസിൽ നോക്കൂ, വെള്ളത്തിലേക്ക് ഇങ്ങനെ കുത്തനെ വെച്ചിട്ട് ഇതിനെ മേലെ കൂടെ നമ്മൾ ഇതിൽ കൂടെ അങ്ങനെ നോക്കുക, അപ്പോൾ നമുക്ക് ബെൻഡ് ഉണ്ടാവില്ല. അത് നോർമൽ ഇൻസിഡൻസ് ആണ്. നോർമൽ ഇങ്ങനെ കുത്തനെ വരുന്നതിനാണ് നമ്മൾ നോർമൽ ഇൻസിഡൻസ്. ഇങ്ങനെ വരുമ്പോൾ ബെൻഡ് ഉണ്ടാവില്ല. ഒബ്ലിക്കിന് ചെരിഞ്ഞു പോകുമ്പോഴാണ് എന്തുണ്ടാവുക? ബെൻഡ് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലേക്ക് ലൈറ്റ് ട്രാവൽ ചെയ്യുന്ന സമയത്ത് ലൈറ്റിൻ്റെ പാത്തിൽ ഉണ്ടാകുന്ന ഈ ബെൻഡിങ് അല്ലെങ്കിൽ ഡിഫ്ലക്ഷനാണ് നമ്മൾ എന്ത് പറയുന്നത്? റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്. റിഫ്രാക്ഷൻ നടക്കുന്ന സമയത്ത് യഥാർത്ഥത്തിൽ നമുക്ക് പ്രകടമായ ഒരു കാര്യമാണ് ലൈറ്റിൻ്റെ ഈ പാത്തിലുള്ള ഡീവിയേഷൻ എന്ന് പറയുന്നത്. അതല്ലാത്ത ചില സംഭവങ്ങളും കൂടി അവിടെ നടക്കുന്നുണ്ട്. അതേതാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. അതിന് മുമ്പ് മീഡിയത്തിന് നമ്മൾ രണ്ടായിട്ട് ഇവിടെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. മീഡിയത്തിന് പല രൂപത്തിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ഇവിടെ നമ്മുടെ പർപ്പസ് അനുസരിച്ചിട്ട് രണ്ടായിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്യണം. അതിലൊന്നിൻ്റെ പേര് ഒപ്റ്റിക്കലി റയറർ മീഡിയം. നോക്കൂ, ഒപ്റ്റിക്കലി റയറർ മീഡിയം എന്ന് നമ്മൾ വിളിക്കുന്നത് ഏത് മീഡിയത്തിലാണോ ലൈറ്റിന് വെലോസിറ്റി കൂടുതലുള്ളത്. ലൈറ്റിന് എല്ലാ മീഡിയത്തിലും ഒരേ വെലോസിറ്റി ഇല്ല. ലൈറ്റ് വാക്വത്തിലൂടെ പോകുന്ന അതേ സ്പീഡിലല്ല എയറിലൂടെ ലേശം കുറയും. അതേ സ്പീഡിലല്ല വെള്ളത്തിലൂടെ, അതേ സ്പീഡിലല്ല ഗ്ലാസ്സിലൂടെ. വ്യത്യസ്ത മീഡിയത്തിൽ ലൈറ്റിന് വ്യത്യസ്ത സ്പീഡാണ്. ഏത് മീഡിയത്തിലാണോ ലൈറ്റിന് സ്പീഡ് കൂടുതലുള്ളത് റിലേറ്റീവായിട്ട് കമ്പയർ ചെയ്തിട്ട്, ഇപ്പോൾ രണ്ട് മീഡിയം നിങ്ങളുടെ കയ്യിലുണ്ട്, ആ മീഡിയത്തിൽ ഏതിലാണോ ലൈറ്റിന് വെലോസിറ്റി കൂടുതലുള്ളത് മൂപ്പരാണ് ആര്? ഒപ്റ്റിക്കലി റയറർ മീഡിയം. അപ്പോൾ ഒപ്റ്റിക്കലി റയറർ മീഡിയത്തിൻ്റെ പ്രത്യേകത എന്താ? അവിടെ വെലോസിറ്റി എന്താണ്? വെലോസിറ്റി ഗ്രേറ്റർ ആയിരിക്കും. എന്നാൽ ഒപ്റ്റിക്കലി ഡെൻസർ മീഡിയത്തിലോ അവിടെ വെലോസിറ്റി ഓഫ് ലൈറ്റ് ഡൗൺ. ലൈറ്റിൻ്റെ വെലോസിറ്റിയാണ്. വെലോസിറ്റി ഓഫ് ലൈറ്റ് ഈസ് സ്മോളർ. വെലോസിറ്റി ഓഫ് ലൈറ്റ് അവിടെ സ്മോളർ ആയിരിക്കും. അപ്പോൾ ഒപ്റ്റിക്സിൽ നമ്മൾ മീഡിയത്തിന് രണ്ടായിട്ടാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. ഒപ്റ്റിക്കലി റയറർ മീഡിയവും ഒപ്റ്റിക്കലി ഡെൻസർ മീഡിയവും രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായി. റയറർ മീഡിയത്തിൽ വെലോസിറ്റി ഓഫ് ലൈറ്റ് കൂടുതലായിരിക്കും, ഡെൻസറിൽ വെലോസിറ്റി ഓഫ് ലൈറ്റ് കുറവായിരിക്കും. അപ്പോൾ നമ്മളിവിടെ ഒപ്റ്റിക്കലി റയറർ, ഒപ്റ്റിക്കലി ഡെൻസർ എന്ന് എപ്പോഴും പറഞ്ഞുകൊള്ളണമെന്നില്ല. നമ്മൾ ഇനി പറയില്ല റയറർ മീഡിയം, ഡെൻസർ മീഡിയം എന്ന് പറയുള്ളൂ. അപ്പോൾ നിങ്ങൾക്കത് അണ്ടർസ്റ്റുഡ് ആയിരിക്കണം. അത് ഒപ്റ്റിക്സിൽ നമ്മൾ പറയുന്നത് ഒപ്റ്റിക്കലി റയറർ മീഡിയവും ഒപ്റ്റിക്കലി ഡെൻസർ മീഡിയം.
അപ്പോൾ ഇൻ ടേംസ് ഓഫ് വെലോസിറ്റി ഓഫ് ലൈറ്റ് നിങ്ങൾക്കത് മനസ്സിലാവണം. ഇനി നോക്കൂ, നമ്മൾ അതിൻ്റെ ഡയഗ്രം ഒന്ന് വരച്ച് നോക്കുക. ഇവിടെ നോക്കൂ, ഈ പോർഷൻ നിങ്ങൾ കാണുന്നത് ഈ ഭാഗം, ഇവിടെ ഷെയ്ഡ് ചെയ്ത ഭാഗം, ഇത് ഒരു മീഡിയമാണ്. ആ മീഡിയത്തിന് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഞാൻ അതിനെ ഷെയ്ഡ് ചെയ്താണ്, അല്ലാതെ ഡെൻസർ മീഡിയം എല്ലാം ഇങ്ങനെ ഷെയ്ഡ് ചെയ്തിട്ടാണ് എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. അപ്പോൾ ഇതൊരു ഡെൻസർ മീഡിയവും ഇതിന് പുറത്തുള്ള മീഡിയത്തിന് റയറർ മീഡിയം എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നോക്കൂ, ഇവിടെ ഞാനൊരു നോർമൽ വരച്ചിട്ടുണ്ട്, അതാണ് ഈ ഡോട്ടഡ് ലൈനിൽ കാണിക്കുന്നത് നോർമൽ. കണ്ടല്ലോ. ഇനി ഒരു റേ ഓഫ് ലൈറ്റ് നോക്കൂ ഇതിലൂടെ, കാരണം നോർമലിലൂടെ വരികയാണെങ്കിൽ അതാണ് നോർമൽ ഇൻസിഡൻസ് പറയുക. അപ്പോൾ ഈ റേ ഓഫ് ലൈറ്റ് ഇതിലൂടെ വരികയാണെങ്കിൽ അത് നോർമൽ ഇൻസിഡൻസ്. അപ്പോൾ ആ റേ ഓഫ് ലൈറ്റ് നേരെ ഇതിലൂടെ പോകുന്ന പോലെ തന്നെയാണ് ഫീൽ ചെയ്യുക. എന്ന് വെച്ചാൽ നോർമൽ ഇൻസിഡൻസിൽ ബെൻഡിങ് ഫീൽ ചെയ്യൂല എന്നർത്ഥം. നേരെ മറിച്ച് ഇത് ഒബ്ലിക് ഇൻസിഡൻസാണ്, ചെരിഞ്ഞ വരുന്നത്. അപ്പോൾ നോക്കൂ, റേ ഓഫ് ലൈറ്റ് ഇത് നോക്കൂ, ഇതിലൂടെ ഇങ്ങനെ പോകേണ്ട ആളായിരുന്നു അല്ലേ, ഇങ്ങനെ വരേണ്ട ആളാണ്. പക്ഷെ ഇവിടെ മീഡിയം, ഈ ജംഗ്ഷനിൽ മീഡിയം മാറിയപ്പോൾ നോക്കൂ അത് ബെൻഡ് ചെയ്തു. ഇങ്ങനെ പോകേണ്ട ആൾ നോക്കൂ ഇതിലൂടെ ഇങ്ങോട്ട് ബെൻഡ് ചെയ്തു. മനസ്സിലായോ? റയറർ മീഡിയം, ഇപ്പോൾ റയറർ മീഡിയത്തിന് നമുക്ക് പറയാം, സപ്പോസ് ഇത് എയർ റയറർ മീഡിയമാണ് വെൻ കമ്പയർഡ് വിത്ത് ഗ്ലാസ്. ഇത് ഗ്ലാസ് എന്ന് എഴുതിക്കോളൂ. അപ്പോൾ ഗ്ലാസിനെ അപേക്ഷിച്ച് എയർ ഡെൻസർ മീഡിയമാണ്. അപ്പോൾ റയറർ മീഡിയത്തിൽ നിന്ന് ഡെൻസർ മീഡിയത്തിലേക്ക് ലൈറ്റ് ട്രാവൽ ചെയ്തപ്പോൾ ലൈറ്റ് ബെൻഡ് ചെയ്തു. എങ്ങോട്ട് ബെൻഡ് ചെയ്തു? നോർമലിൻ്റെ അടുത്തേക്ക് ബെൻഡ് ചെയ്തു. വെൻ ലൈറ്റ് ട്രാവൽസ് ഫ്രം റയറർ ടു ഡെൻസർ മീഡിയം ഇറ്റ് ബെൻഡ്സ് ടുവേർഡ്സ് ദ നോർമൽ. അതൊക്കെ നിങ്ങൾ ഹൈസ്കൂളിൽ പഠിച്ച കാര്യം തന്നെയാണ്, പുതിയതൊന്നുമല്ല. ഇറ്റ് ബെൻഡ്സ് ടുവേർഡ്സ് ദ നോർമൽ, നോർമലിൻ്റെ അടുത്തേക്ക് ബെൻഡ് ചെയ്തതായിട്ട് നിങ്ങൾ കണ്ടല്ലോ. ഇനി തിരിച്ചാണെങ്കിലോ, ഡെൻസറിന്ന് റയററിലേക്ക് പോകുന്ന കേസ് നോക്കൂ, ഈ ഡയഗ്രാം ശ്രദ്ധിച്ച് നോക്കൂ. ഇതിവിടെ നോക്കൂ, ഡെൻസർ മീഡിയം ഞാൻ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്, ഇത് റയറർ മീഡിയം. അപ്പോൾ ഈ റേ ഓഫ് ലൈറ്റ് നോക്കൂ ഡെൻസർ എന്നാണ് വരുന്നത്. ഡെൻസറിന് ഇത് പിന്നെ ജംഗ്ഷനായി ഇൻ്റർഫേസ് ബിറ്റ്വീൻ ദ ടു മീഡിയ. ഈ റേ ഓഫ് ലൈറ്റ് നോക്കൂ, ഇങ്ങനെ വരുന്ന റേ ഓഫ് ലൈറ്റ് ഇങ്ങനെ വരേണ്ടതായിരുന്നു അല്ലേ, ഇങ്ങനെ വരേണ്ടതായിരുന്നു. അതാണ് ഇവിടുന്ന് ഇങ്ങോട്ട് ബെൻഡ് ചെയ്തത്. ഇത് നോർമലിൽ നിന്നും അകന്നു പോവുക ചെയ്തത്. നേരത്തെ കേസിൽ റയറിന്ന് ഡെൻസറിലേക്ക് വരുന്ന സന്ദർഭത്തിൽ എന്താ സംഭവിച്ചത്? ദ റിഫ്രാക്റ്റഡ് റേ ബെൻഡ്സ് ടുവേർഡ്സ് ദ നോർമൽ ആയിരുന്നു. വെൻ ലൈറ്റ് ട്രാവൽസ് ഫ്രം റയറർ ടു ഡെൻസർ, റയറർ ടു ഡെൻസറിലേക്ക് വന്നപ്പോൾ എന്താ സംഭവിച്ചത്? ടു ഡെൻസർ ബെൻഡ്സ് ടുവേർഡ്സ് ദ നോർമലാണ്. റിഫ്രാക്റ്റഡ് റേ ബെൻഡ്സ് ടുവേർഡ്സ് ദ നോർമൽ, നോർമലിൻ്റെ അടുത്തേക്ക് ബെൻഡ് ചെയ്തു. നോർമൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഡോട്ടഡ് ലൈനിൽ വെച്ചിട്ടുള്ളത്. ഓക്കെ, സർഫസിന് നോർമൽ എന്നാണ്, സർഫസിന് പെർപെൻഡിക്കുലർ എന്നാണ് ഉദ്ദേശിച്ചത്, ഇൻ്റർഫേസിന്. ഓക്കെ, തിരിച്ചാണെങ്കിലോ, ഇവിടെ തിരിച്ചാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത് അല്ലേ. ഇവിടെ ഡെൻസറിന് റയറിലേക്കാണ്. ഡെൻസറിൽ നിന്ന് റയറിലേക്ക് വരുമ്പോൾ എന്താ സംഭവിക്കുക? അപ്പോൾ ബെൻസ് എവേ ഫ്രം ദ നോർമൽ, എവേ ഫ്രം ദ നോർമൽ, നോർമലിൽ നിന്ന് അകന്നു പോകും. കണ്ടല്ലോ, ഇത് ഇങ്ങനെ വരേണ്ട ആള് നോർമലിൻ്റെ അടുത്തേക്ക് വരാൻ ഇങ്ങോട്ടാണ് വരേണ്ടത്, അതിന് പകരം ഇവിടെ അങ്ങോട്ടാണ് പോയത്, എവേ ഫ്രം ദ നോർമൽ. അപ്പോൾ ആ ഒരു പ്രോപ്പർട്ടി നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. അതോടൊപ്പം തന്നെ ഇതിലും മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം, നോർമൽ ഇൻസിഡൻസ് ആണെങ്കിൽ ബെൻഡിങ് ഒന്നും ഉണ്ടാവില്ല. നോക്കും, ഇൻസിഡൻറ്റ് റേ ട്രാവൽ ഫ്രം റയറർ ടു ഡെൻസർ മീഡിയം ബെൻഡ്സ് ടുവേർഡ്സ് ദ നോർമൽ. ഇവിടെ റിഫ്രാക്റ്റഡ് നോക്കൂ, ഡെൻസറിന് റയറിലേക്ക് പോണ ബെൻഡ്സ് എവേ ഫ്രം ദ നോർമൽ. അറ്റ് നോർമൽ ഇൻസിഡൻസ് ദർ ഈസ് നോ ഡിഫ്ലക്ഷൻ ഇൻ ദ പാത്ത് ഓഫ് ദ ലൈറ്റ്. അപ്പോൾ നോർമൽ ഇൻസിഡൻസിൽ ബെൻഡിങ് ഒബ്സർവബിൾ അല്ല എന്ന കാര്യം കൂടെ മനസ്സിലാക്കുക. ഇനി നോക്കി, ഇതുമായി ബന്ധപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ. റിഫ്രാക്ഷൻ ഉണ്ടാവാനുള്ള റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും നമ്മൾ എന്താ പറയുന്നത്? റിഫ്രാക്ഷൻ ഈസ് ഡ്യൂ ടു ദ ഡിഫറൻറ്റ് വെലോസിറ്റീസ് ഓഫ് ലൈറ്റ് ഇൻ ഡിഫറൻറ്റ് മീഡിയ. ലൈറ്റിന് വ്യത്യസ്ത മീഡിയത്തിൽ വ്യത്യസ്ത സ്പീഡാണ്. ലൈറ്റിന് വ്യത്യസ്ത മീഡിയത്തിൽ വ്യത്യസ്ത സ്പീഡാണ്. എയറിൽ പോകുന്ന സ്പീഡിലല്ല, ഗ്ലാസ്സിലൂടെയുള്ള സ്പീഡല്ല, വാട്ടറിലൂടെ, ഓരോ മീഡിയത്തിലും വ്യത്യസ്ത. ഇതാണ് റിഫ്രാക്ഷനുള്ള റീസൺ എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞു, റിഫ്രാക്ഷൻ നടക്കുന്ന സമയത്ത് നമുക്ക് പ്രകടമായ ഒരു കാര്യമാണ് എന്ത്? ബെൻഡിങ് ഓഫ് ലൈറ്റ് എന്ന് പറയുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ റിഫ്രാക്ഷൻ നടക്കുന്ന സമയത്ത് വേറെയും ചില പ്രത്യേകതകൾ സംഭവിക്കുന്നുണ്ട്. ഒന്നെന്താ? വെലോസിറ്റി ഓഫ് ലൈറ്റ് ചേഞ്ചസ്. എന്ന് വെച്ചാൽ എയറിൽ നിന്ന് വാട്ടറിലേക്കാണ് വരുന്നതെങ്കിൽ എയറിലെ സ്പീഡല്ല വാട്ടറിൽ ഉണ്ടാകുന്നത്. അപ്പോൾ ഡ്യൂറിങ് റിഫ്രാക്ഷൻ വെലോസിറ്റി ഓഫ് ലൈറ്റ് ചേഞ്ചസ്. വേവ് ലെങ്ത് ഓഫ് ലൈറ്റ് ചേഞ്ചസ്, ലൈറ്റിൻ്റെ വേവ് ലെങ്ത്തും ചേഞ്ച് ചെയ്യുന്നുണ്ട്. പക്ഷെ വെരി 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 ഇമ്പോർട്ടൻറ്റ്, ഡ്യൂറിങ് റിഫ്രാക്ഷൻ ഫ്രീക്വൻസി റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. ഫ്രീക്വൻസിയിൽ മാറ്റില്ല. നിങ്ങൾ ഹൈസ്കൂളിൽ തന്നെ പഠിച്ചിട്ടുള്ള ഒരു ഇക്വേഷനാണ് വി ഈസ് ഈക്വൽ ടു ന്യൂ ലാംഡ. വി ഈസ് ഈക്വൽ ടു ന്യൂ ലാംഡ. നോർമൽ കേസിൽ നമ്മൾ നോക്കൂ, ഫ്രീക്വൻസി കൂടിയാൽ വേവ് ലെങ്ത് കുറഞ്ഞും എന്തുകൊണ്ടായിട്ട് സ്പീഡ് തുല്യമായിട്ട് നിൽക്കുന്ന ചില സന്ദർഭങ്ങളുണ്ട്. നമ്മൾ വൈദ്യുത കാന്തിക തരംഗങ്ങൾ, ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിലൊക്കെ നമ്മൾ അങ്ങനെ പറയാറുണ്ട്.
അങ്ങനെ പറയില്ല, നമുക്ക് പഠിക്കാനുണ്ട്, നമ്മൾ പഠിക്കും അത്. അപ്പോൾ ഇവിടെ ആസ് ഫ്രീക്വൻസി ഇൻക്രീസസ് വേവ് ലെങ്ത് ഡിക്രീസസ്, ഇങ്ങോട്ട് വെലോസിറ്റി ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ് റിമെയിൻസ് ദ സെയിം. ഇലക്ട്രോമാഗ്നറ്റിക് വേവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈറ്റ് പോലെ എക്സ് റേസ്, ഗാമ റേസ്, മൈക്രോവേവ്സ്, UV ഒക്കെ അടങ്ങുന്ന നമ്മൾ പഠിക്കും. ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം നമുക്ക് പഠിക്കാനുണ്ട്. പക്ഷേ ഇവിടെ നല്ല കേസ്, റിഫ്രാക്ഷൻ നടക്കുന്ന സമയത്ത് ആരാണ് കോൺസ്റ്റൻറ്റ്? റിഫ്രാക്ഷൻ നടക്കുന്ന സമയത്ത് കോൺസ്റ്റൻ്റ് ആയിട്ടുള്ളത് അവിടെ ആരാണ്? വെലോസിറ്റി അല്ല, മറിച്ച് ഫ്രീക്വൻസിയാണ്. വെലോസിറ്റി കൂടുന്നതിനനുസരിച്ചിട്ട് ആരാണ് കൂടുന്നത്? വേവ് ലെങ്ത് കൂടും. വെലോസിറ്റി കൂടുന്നതിനനുസരിച്ച് വേവ് ലെങ്ത് കൂടും, ബട്ട് ഫ്രീക്വൻസി റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. ഫ്രീക്വൻസി അവിടെ കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ ഡ്യൂറിങ് റിഫ്രാക്ഷൻ വെലോസിറ്റി ഓഫ് ലൈറ്റ് ചേഞ്ചസ്, വേവ് ലെങ്ത് ഓഫ് ലൈറ്റ് ചേഞ്ചസ്, ബട്ട് ഫ്രീക്വൻസി റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. ദിസ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്, അത് ഒരിക്കലും മറന്നു പോകരുത്. ഇനി നമുക്ക് നേരത്തെ ഒപ്റ്റിക്കൽ ഡെൻസിറ്റിയാണ് പറഞ്ഞത്. ഒപ്റ്റിക്കലി റയറർ മീഡിയം, ഒപ്റ്റിക്കലി ഡെൻസർ മീഡിയം അല്ലേ? ഒപ്റ്റിക്കൽ ഡെൻസിറ്റിയും മാസ് ഡെൻസിറ്റിയും വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റാണ്. നമുക്ക് ഓൾറെഡി ഡെൻസിറ്റി അറിയാം. ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ ആരാ? മാസ് ബൈ വോളിയം. ഇത് ഡെൻസിറ്റി തന്നെയാണ്, പക്ഷേ ഇതിനെ നമ്മൾ സ്പെസിഫിക്കലി പറയാം മാസ് ഡെൻസിറ്റിയാണ്. നമ്മളിപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നപ്പോൾ പിന്നെ വാട്ടർ എയറിനെ അപേക്ഷിച്ച് ഒപ്റ്റിക്കലി ഡെൻസറാണ്, അത് ഒപ്റ്റിക്കൽ ഡെൻസിറ്റിയാണ്. ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടിയ ആൾക്ക് തന്നെ മാസ് ഡെൻസിറ്റി കൂടണമെന്ന് നിർബന്ധമില്ല. ഒപ്റ്റിക്കൽ ഡെൻസിറ്റി തീരുമാനിക്കുന്നത് വെലോസിറ്റി ഓഫ് ലൈറ്റ് ആണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ 1-2 എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. ഇപ്പോൾ വാട്ടറിനെയും എയറിനെയും കമ്പയർ ചെയ്യുന്ന സമയത്ത് വാട്ടറും എയറും മാസ് ഡെൻസിറ്റി ആർക്കാ കൂടുതൽ? അതായത് യൂണിറ്റ് വോളിയം എയർ കൊടുത്ത് വാട്ടർ കൊടുത്ത് ആർക്കാ പിന്നെ മാസ് കൂടുക? വാട്ടറിന്. അപ്പോൾ മാസ് ഡെൻസിറ്റി ആർക്കാ കൂടുതൽ? വാട്ടറിനാണ്. ഒപ്റ്റിക്കൽ ഡെൻസിറ്റി പറഞ്ഞാൽ വെലോസിറ്റി ഓഫ് ലൈറ്റ് കുറവുള്ള മീഡിയത്തിനാണ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുതൽ എന്ന് പറയാം. ഒപ്റ്റിക്കൽ ഡെൻസിറ്റിയും എയറും വാട്ടറും കമ്പയർ ചെയ്യുമ്പോൾ ആർക്ക് തന്നെയാണ്? വാട്ടറിനാണ്. അപ്പോൾ മാസ് ഡെൻസിറ്റി കൂടിയാൾക്ക് തന്നെയാണ് അവിടെ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടി. ഇനി ഗ്ലാസിൻ്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ തന്നെയാണ്. എയറും ഗ്ലാസും എടുത്തു കഴിഞ്ഞാൽ ഗ്ലാസിന് മാസ് ഡെൻസിറ്റി കൂടുതലാണ്, ഗ്ലാസിന് ഒപ്റ്റിക്കൽ ഡെൻസിറ്റിയും കൂടുതലാണ്. മനസ്സിലായോ? എന്ന് കരുതി നമ്മൾ എന്ത് തീരുമാനിക്കരുത്? ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടിയ ആൾക്ക് തന്നെയാണ് മാസ് ഡെൻസിറ്റി കൂടുതൽ എന്ന് നമ്മൾ ഒരിക്കലും കൺക്ലൂഡ് ചെയ്യേണ്ടതില്ല. അങ്ങനെ നമ്മൾ കൺക്ലൂഡ് ചെയ്യരുത്. കാരണം അതാണ് ഇവിടെ പറയുന്നത്. നോക്കൂ, ഇറ്റ് ഈസ് പോസിബിൾ ദാറ്റ് മാസ് ഡെൻസിറ്റി ഓഫ് എൻ ഒപ്റ്റിക്കലി ഡെൻസർ മീഡിയം മേ ബി ലെസ് ദാൻ ദാറ്റ് ഓഫ് ദ ഒപ്റ്റിക്കലി റയറർ മീഡിയം. അതായത് മാസ് ഡെൻസിറ്റി കൂടിയക്ക് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറവാകാം, അങ്ങനെ തിരിച്ചും സംഭവിക്കാം. കാരണം ഒപ്റ്റിക്കൽ ഡെൻസിറ്റി തീരുമാനിക്കുന്നത് വെറും എന്താണ്? സ്പീഡ് ഓഫ് ലൈറ്റ് ആണ്. അങ്ങനത്തെ ഒരു ഫേമസ് എക്സാമ്പിൾ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അതാണ് ടെർപെൻറ്റൈൻ ആൻഡ് വാട്ടർ. ടെക്സ്റ്റ് ബുക്കിൽ നോട്ട് എന്ന് പറഞ്ഞ് കൊടുത്ത പോയിന്റാണ് ടെർപെൻറ്റൈൻ വാട്ടർ. ടെർപെൻറ്റൈൻ നിങ്ങൾ കണ്ടില്ലേ? പെയിൻറ്റേഴ്സൊക്കെ അവരെ കൈമലൊക്കെ പിന്നെ പെയിൻ്റൊക്കെ ആയി കഴിഞ്ഞാൽ മുമ്പിൽ കെറോസിനൊക്കെ ആയിരുന്നു യൂസ് ചെയ്തത്. ഇപ്പോൾ അവരെടുത്തൊരു സൊല്യൂഷനിലാണ് ടെർപെൻറ്റൈൻ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ചിലപ്പോൾ. ടെർപെൻറ്റൈൻ വാട്ടർ. ടെർപെൻറ്റൈനും വാട്ടറും കമ്പയർ ചെയ്യുന്ന സമയത്ത് മാസ് ഡെൻസിറ്റി കൂടുതലായിരിക്കും അറിയോ? വാട്ടറിനാണ്. ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുതൽ എന്ന് വെച്ചാൽ വെലോസിറ്റി ഓഫ് ലൈറ്റ് കുറവുള്ളത് വാട്ടറിലല്ല, ടെർപെൻറ്റൈനിലാണ്. മനസ്സിലായല്ലോ? ഓക്കെ, മാസ് ഡെൻസിറ്റി ഓഫ് ടെർപെൻറ്റൈൻ ഈസ് ലെസ് ദാൻ ദാറ്റ് ഓഫ് വാട്ടർ, ബട്ട് ഇറ്റ്സ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഈസ് ഹയർ. ഒപ്റ്റിക്കൽ ഡെൻസിറ്റി അതിന് കൂടുതലാണ്. ആർക്ക്? ടെർപെൻറ്റൈൻ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുതലാണ്, പക്ഷേ മാസ് ഡെൻസിറ്റി കുറവാണ്. നമുക്ക് വളരെ കുറഞ്ഞ കാര്യങ്ങളാണ് ഇപ്പം ഞാൻ സംസാരിച്ചത്. ഞാൻ അതോടുകൂടി ഇന്നത്തെ സെഷൻ ഈ സെഷൻ തന്നെ തീർക്കുകയാണ്. റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റിൻ്റെ വളരെ കുറഞ്ഞ പാർട്ടേ ഞാൻ സംസാരിച്ചിട്ടുള്ളൂ. ഞാനിത് അവസാനിപ്പിക്കുകയാണ്. കാരണം ഇനി നമുക്ക് സംസാരിക്കാനുള്ളത് ലോസ് ഓഫ് റിഫ്രാക്ഷനാണ്. അത് കുറച്ച് നമുക്ക് അധികം സംസാരിക്കാനുണ്ട്. അത് ഞാൻ ഇന്ന് തുടങ്ങുന്നില്ല. നിങ്ങൾ ഈ കാര്യങ്ങൾ, ഈ വളരെ കുറഞ്ഞ പോയിന്റുകൾ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രദ്ധിക്കാം. ഓക്കെ, താങ്ക് യു.